പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ
ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. നമ്മൾ വിശ്വാസത്തിൻ്റെ മേൽ വിശ്വാസം എങ്ങനെയാണ് സ്വയമായിട്ട് വളർത്തിയെടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഈ കാനൻകാരിയുടെ ഇവൻ്റ് അനലൈസ് ചെയ്തുകൊണ്ട് അവൻ്റെ കാനൻകാരിയുടെ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്യണം. അതിലൊന്ന് ഇപ്പം നേരത്തെ ഇന്നലെ നമ്മൾ എന്താ കണ്ടത്? 0 ക്ലെയിം. അവളുടെ ക്ലെയിം ഇല്ലെന്നുള്ളത് ഈശോ പ്രഖ്യാപിച്ചു. ക്ലെയിം ഇല്ല എന്ന് ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴും അവൾ പിന്തിരിയുന്നില്ല. പിന്തിരിയാതെ നിൽക്കണം. എന്നിട്ട് എന്താ ചെയ്യണത്? അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണം. കാരണം ഇവൾ ആദ്യമേ കയറി ഈ കേസ് ഇങ്ങനെ ഈശോ ഇട്ടിട്ട് കളിപ്പിക്കണം. എന്താ അറിയാമോ? ഇവൾ ആദ്യമേ കയറി വല്ലാത്തൊരു വിശ്വാസം പ്രഖ്യാപിച്ചായിരുന്നു. അത് യഹൂദന്മാരെ വെട്ടിക്കൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചായിരുന്നു. എന്താണെന്നറിയാമോ? കർത്താവിനെ കണ്ടപ്പോൾ കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്ന് വിളിച്ചു, എന്നിൽ കനിയണമേ. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം. ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയാൻ എന്താ? രക്ഷകനെന്നാണ് വിളിച്ചിരിക്കുന്നത്. നീ ക്രിസ്തു രക്ഷകനാണെന്ന്, ഏകരക്ഷകനാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഏത് കാലാവസ്ഥയിലും നിനക്ക് കർത്താവിൻ്റെ മുമ്പിൽ ക്ലെയിം ഉണ്ടാവും. ചിലപ്പോൾ ഇത്തിരി വട്ടം കളിപ്പിക്കും, പക്ഷേ അത് നീ കുറച്ചുകൂടി ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത് ഉണ്ടാകാൻ വേണ്ടി, വിശ്വാസത്തിന് മേൽ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി നിൻ്റെ വിശ്വാസ വളർച്ചയ്ക്ക് ദൈവം ചെയ്യുന്ന ചില ഹോംവർക്കുകളാണത്, ഗൃഹപാഠങ്ങൾ. അപ്പോൾ ഇവള് വന്നിട്ട് ഇപ്പോൾ പറഞ്ഞത് അറിയാമോ? കർത്താവേ സഹായിക്കണേ എന്നാ പറഞ്ഞു. വേറെ ഒന്നും പറയാനില്ല. ആളിന് ക്ലെയിം ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇനി വാരിക്കെട്ടി ഭർത്താവിന് കാര്യമില്ലല്ലോ. കർത്താവേ സഹായിക്കണേ. അതെന്ത് രസമാണ് കേൾക്കാൻ. കാര്യം എന്താണ്? മറ്റൊരുവൻ ഇവൻ രക്ഷകരെന്ന ആദ്യമേ കയറി ഇവൾ പറഞ്ഞില്ലേ? അവൾ പറയാതെ ഇവൾ പറയുന്ന കാര്യം എന്താ? ഒക്കെ വിശ്വാസമുള്ളത് കൊണ്ട്, പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാതെ തന്നെ പരിശുദ്ധാത്മാവ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സഭയുടെ പഠനം എന്താണെന്ന് ഈ വിഷയം നോക്കിയില്ല. ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വാസം, ക്രിസ്തു ഏക രക്ഷകനാണെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രത്യേകം വിളിക്കാതെ തന്നെ പരിശുദ്ധാത്മാവ് വരും. ഇവൾ പരിശുദ്ധാത്മാവ് ഇവർക്ക് നോട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കർത്താവെ സഹായിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയുടെ പിന്നിൽ അതിൻ്റെ ഘടന എന്താണ്? മറ്റ് ആരിലും സഹായമില്ലെന്നാണ്. മറ്റാരിലും സഹായമില്ല, മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യരക്ഷ നൽകാൻ നീ മാത്രമേ ഉള്ളൂ. കർത്താവെ സഹായിക്കണേ. ഇത് ആണ് ഇവൾ പറയണത്. അതായത് ഇങ്ങനെ ഒരു ക്ലെയിം ലോസ് ആകുകയും 0 ക്ലെയിം ആകുകയും ചെയ്യുന്ന സമയത്തും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഇവൾ വിട്ടുകൊടുക്കണില്ലല്ല. അവസാനം വരെ ഫൈറ്ററാണ്. ഫെയ്ത്ത്ഫുൾ ഈസ് എ ഫൈറ്റർ. ഫെയ്ത്ത്ഫുൾ, വിശ്വാസം കൊണ്ട് ദൈവത്തോട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. ഇവിടെ ഫൈറ്റ് ചെയ്യുക. അപ്പോഴിവിടെ ഫൈറ്റ് എന്തുമാത്രം ഇവൾ കയറിപ്പോകുന്നറിയാൻ വേണ്ടി കർത്താവ് ഇവളോട് പറയുവേ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന് പറയും. മത്തായി 15:26 അവൻ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അത്ര മോശമല്ല സംഭവം. ഒരു ഇസ്രയേൽ അല്ലെങ്കിൽ ഒരു വൈറ്റ്മാൻ കാഴ്ചപ്പാടിൽ, അറബിക് കാഴ്ചപ്പാടിൽ അത് പ്രശ്നമാണ്. പക്ഷെ വൈറ്റ്മാൻ, യൂറോപ്യൻ, ഇസ്രയേൽ കാഴ്ചപ്പാടിൽ അത്ര കുഴപ്പമില്ല. ഇതെല്ലാം ഈ കഷ്ണങ്ങൾ കൊടുക്കണില്ലേ, ഫ്രിഞ്ചസ് കഷ്ണങ്ങൾ നായ്ക്കൾക്ക് കൊടുക്കുന്നത് പറയുന്നത് അത് സ്ട്രീറ്റ് ഡോഗ്സ് അല്ലത്. സ്ട്രീറ്റ് ഡോഗ്സ് ആണെങ്കിൽ ഈ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അത് പെറ്റ് ഡോഗ്സാണ്. കാര്യം അവൾ അങ്ങനെ പറയുന്നുണ്ടത്. അവൾ പറഞ്ഞു അതെ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അതെന്താ പെറ്റ് ഡോഗ്സ് ആണത്. നിങ്ങൾക്കറിയാവില്ലേ പെറ്റ് ഡോഗ്സിൻ്റെ അവസ്ഥ? അറിയാവില്ല. മക്കളെപ്പോലെ തന്നെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളതാണ്. നമുക്കത് മലയാളികൾക്ക് എന്തുമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പെറ്റ് ഡോഗ്സ് എന്ന് പറയണത് മക്കളെപ്പോലെ തന്നെ അവരുടെ നമ്മുടെ കട്ടിലെ കിടത്തി ഉറക്കുക, നമ്മുടെ വീട്ടിൽ കിടത്തി ഉറക്കുകയും എല്ലാ കാര്യങ്ങളും അവരോട് ഇടയ്ക്ക് യജമാനൻ സംസാരിക്കുകയും
അവൻ സംസാരിക്കുന്നിടത്ത് അവൻ തിരിച്ച് ഇൻട്രാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് വീട്ടിലൊരു അംഗത്തെ പോലെയാണ് ഈ പെറ്റ് ഡോഗ്സിനെ വളർത്തുന്നത്. കാരണം അവർക്ക് ഇഞ്ചക്ഷനും ബിസ്ക്കറ്റും അവരുടെ വിര ഉണ്ടാകാതിരിക്കാനും റെസിസ്റ്റൻസിനും എല്ലാം അതുപോലെ കുളിപ്പിക്കലും എല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില മനുഷ്യർ പെറ്റ് ഡോഗ്സ് നമ്മളതിൻ്റെ അകത്ത് ഡോഗ്സിനെ ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് നമ്മൾ നല്ല സമയം കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും ഈ മനുഷ്യന് വേറൊരു വ്യക്തിയുള്ള പോലെ തോന്നും. ചില സമയത്ത് മക്കളെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പങ്ങളുണ്ടാകാം, ചില സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമില്ല. ഈ വൈറ്റ് മാൻസിനുള്ള പ്രശ്നമാണ്, അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഞാൻ കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ ചെന്ന് ധ്യാനിപ്പിക്കുന്ന സമയത്ത് രാവിലെയുള്ള കാഴ്ച ഈ പെറ്റ് ഡോഗ്സിനെ കൊണ്ട് പോണതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ പെറ്റ് ഡോഗ്സ് ഇല്ലാതെ ഒരു വൈറ്റ് മാനെ നമുക്ക് അവരുടെ പെർമിസിൽ കാണത്തില്ല. പെർമിസിൽ ഒരാൾ നിൽക്കുക, അവരുടെ വളപ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഡോഗ് ഉണ്ടാകും. അപ്പോൾ അത്രയും സ്നേഹത്തിൽ അതാണ് ഇവിടെ പറയണത്. ഓക്കെ, ഞാൻ പെറ്റ് ഡോഗ്സ് ആണെന്ന് പറയും. ഞാൻ നീ വളർത്തുന്ന പട്ടിയാണ്, പട്ടിക്കുഞ്ഞാൻ കുഴപ്പമില്ല എന്ന് പറയും. പട്ടിക്കുഞ്ഞാണെങ്കിലും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. അപ്പോൾ ഇത് കേട്ടോടുകൂടി ഈശോ ഇത് കേൾക്കാൻ വേണ്ടി ആണ് കാത്തിരുന്നത്. എന്ന് വെച്ചാൽ ഈശോയ്ക്ക് മനുഷ്യരാശിയുടെ വിശ്വാസത്തിൻ്റെ ലെവല്, അതായത് ഈശോനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ഫെയ്ത്ത്, സ്റ്റാൻഡേർഡ് ഫെയ്ത്ത് കൊണ്ട് പറ്റത്തില്ല എന്നുള്ളതും നിലവാരമുള്ള വിശ്വാസത്തിലേക്ക് വരണം. അതാണ് ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത്. ഈ കൃപയ്ക്ക് മേൽകൃപയെന്ന് നമ്മൾ ആർജിക്കണമെങ്കിൽ ഫെയ്ത്ത് അപ്പോൺ ഗ്രേസ് അപ്പോൺ ഗ്രേസിന് വേണ്ടി ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത് വേണം. അതിനാണ് ഈ കാനംകാരിയുടെ ഏറ്റവും നല്ലൊരു ടീച്ചിങ് എയ്ഡാണുള്ളത്. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്. That's great. Your faith is great. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. നീ ആഗ്രഹിക്കുന്ന പോലെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു രോഗം, ക്ഷീണം, അതുപോലെ ഇടറൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ആ ഇടർ വന്നു, രോഗം വന്നു എന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൗഖ്യമാണ്. ദൈവം ഉദ്ദേശിക്കുന്നത് അത് വെച്ച് ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത് ഉണ്ടാകണമെന്നാണ്. അപ്പോൾ അതെപ്പോഴും ആ ഒരു ബോധം ഉണ്ടാകണം. ദൈവം എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? ഗ്രേസ് അപ്പോൺ ഗ്രേസിന്, കൃപയ്ക്ക് മേൽ കൃപയ്ക്ക്, ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത്, വിശ്വാസത്തിന് മേൽ വിശ്വാസത്തിൽ നമ്മളെ വളർത്താൻ വേണ്ടി ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.